ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വട്ടുള്ളവനെ കാണുന്നത്. ഇത് എന്റെ വാക്കുകളല്ല. നമ്മളെ ഇടിയൻ ചെന്ത് ഇറങ്ങാൻ പോണ പടത്തിന്റെ ചുടുകല്ല് വെയിറ്റ് ഉണ്ട്. ഓ മൈ ഗോഡ്, നല്ല വെയിറ്റ് ഉണ്ട്. യെസ്, കിങ് ഓഫ് കൊച്ചിന് DQ ഉപയോഗിച്ചാൽ. ഞാൻ ആദ്യമായിട്ട് ആർട്ട് പ്രോപ്പർട്ടി കൈപ്പിടിക്കുന്നത്. അതെ, ആർട്ടിന്റെ അധോലോകത്തിൽ ഞങ്ങൾ എത്തി. ഒരു സിനിമയ്ക്ക് ആവശ്യമായ എല്ലാ അങ്ങനെയില്ല, എല്ലാം ഇല്ല. അധോലോക ഡോൺസിന്റെ ഒക്കെ വീഡിയോയിൽ മാത്രം കാണുന്ന നോട്ടുകളൊക്കെ എടുത്തു. എന്റെ ഒരു ഫ്രണ്ട് ഇത് ഇവിടെ നിന്ന് എടുത്തോണ്ട് ബിവറേജ് കൊണ്ട് മാറി. അല്ല സീരിയസ്ലി, തമാശയല്ല, സീരിയസ്ലി. അതുവരെ ഉണ്ട്, ഡ്രസ്സിൽ ടാഗ് വരെ സൂക്ഷിച്ചു. പിന്നെ ഈ വീടിന്റെ മുറ്റത്ത് കഴിയുമ്പോൾ റബ്ബറിന്റെ കാ വന്നിട്ട് തലേ വീണു. പിന്നെ അതിന് ഞങ്ങൾ അതും ഒരു ഓർമ്മയായിട്ട് എടുത്തു. പിന്നെ ബാത്റൂം കണ്ടോ? ബാത്റൂം അല്ല, അങ്ങനെ തമാശയല്ല, കേറി നോക്കിക്കോ. ഞാൻ വരുന്നില്ല, നീ കേറിക്കോ. കേറിക്കോ. ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫോളോവേഴ്സ് ഉണ്ട്. 71K DQ ഇക്കനെ ഫോളോ ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് പഠിച്ചതും ഞാൻ നല്ല രീതിയിൽ പഠിച്ചു. 10ാം ക്ലാസ് വരെ 10 തോറ്റു. 10 തോറ്റു. ക്വസ്റ്റ്യൻ പേപ്പർ എന്നെ ഒരു 3-4 തവണ അത് തന്നെ എഴുതി. ടീച്ചർമാരെ ഞാൻ ഒരു ഇംഗ്ലീഷ് പടം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ CG ചെയ്യുന്ന ആൾ ഫുൾ ഇംഗ്ലീഷ്, ഫുൾ സ്ക്രീൻ, ഫുൾ മാർക്ക് എന്നൊക്കെ എൻ്റെ അടുത്തൊക്കെ എല്ലാം പറയും. ഞാൻ എല്ലാത്തിനും ഞാൻ എന്തെന്ന് അറിയാം, ഇരുന്ന മാർക്ക് എല്ലാം ഫുൾ ഒട്ടിച്ചു. പുള്ളി പറഞ്ഞിട്ട് പോയത് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തിട്ട് വരുമ്പോൾ ഒരു മാർക്ക് പോലും കാണാതെ ഫുള്ള് മാറ്റണമെന്ന്. നാട്ടിൽ ഇച്ചിരി നല്ല വിലയുണ്ട്. നല്ല വലിയ ചീത്തപ്പേരുണ്ട്. അങ്ങനെ ചീത്തപ്പേര് ഇനി പറയാനില്ല. ആദ്യം ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ക്ലാബ് ബോർഡൊക്കെ ഉണ്ട്. പ്രശാന്ത് അമ്പലവിള. ഏത് സെറ്റിനായിട്ട് മോഷ്ടിച്ചൊന്നുമല്ല ഇത്. അല്ല, പൊതുവെ എല്ലാ സെറ്റിലെ കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടു ഞാൻ. ആണോ? അതൊക്കെ വെറുതെ ആണല്ലേ? പിന്നെ പക്ഷെ നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഒരു ആക്രിക്കട വില ഉണ്ട്. ഏതൊക്കെ സെറ്റുകൾ, ഏതൊക്കെ സിനിമ സെറ്റുകൾ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. പതുക്കെ പോയാൽ കൊള്ളായിരുന്നു. കേറിക്കോ. ഇതാണ് പ്രശാന്ത് അമ്പലവിള ചേട്ടന്റെ ആർട്ട് റൂം. ഇത് ഹൗസ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ആർട്ട് റൂമാണ് കേട്ടോ. അതെ, ആർട്ടിന്റെ അധോലോകത്തിൽ ഞങ്ങൾ എത്തി. ശരിക്കും അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ. നോക്കുമ്പം ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഒരു സിനിമയ്ക്ക് ആവശ്യമായ എല്ലാ ആർട്ട് റിലേറ്റഡ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാം. ഇതിന്റെ മെയിൻ ഇവിടെ ഇരിക്കുന്ന ഹൈലൈറ്റ് ആണ് ഇതായിരിക്കുന്നത്. കിങ് ഓഫ് കൊച്ചിന് DQ ഉപയോഗിച്ച മറ്റേ കലാപകാരി സോങ്ങില് സിക്ക. അത് ഞാൻ കഴിഞ്ഞ നിമേഷന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ അത് കൊണ്ടുവച്ചു. ശരി. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇതുവരെ സിനിമകളിലെല്ലാം ഓരോ പ്രോപ്പർട്ടി, ഓരോരോ സാധനങ്ങൾ ഉണ്ട്. തീർച്ചയായിട്ടും അല്ലേ? അതിന്റെ ഡയറക്ടേഴ്സ്, പ്രൊഡക്ഷൻ എല്ലാവരും ഇവിടെ വന്നൊന്ന് ചെക്ക്. ഒന്നാമതൊരു ചീത്ത പേര് നമുക്കുണ്ട്. ഒരു പടം കഴിഞ്ഞിട്ട് സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് വരണം. പക്ഷെ അങ്ങനെ ഇല്ല. എല്ലാവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് മൈനോട്ടായ സാധനം ഒരു മെമ്മറീസിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇതൊക്കെ ചേട്ടനാണ് ചെയ്ത സാധനങ്ങളാണ്. അതെ. ഭയങ്കര വലിയ സംഭവം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. സാധനങ്ങള് വൃത്തിയായിട്ട് അടുക്കി പറക്കി വെച്ചു എന്നുള്ളൊരിതേ ഉള്ളൂ. അതെ, ഇത് നോക്കുകയാണെങ്കിൽ അതുപോലെ ഡോൺസിന്റെ ഒക്കെ വീഡിയോയിൽ മാത്രം കാണുന്ന നോട്ടുകളൊക്കെ എടുത്തു. എന്റെ ഒരു ഫ്രണ്ട് ഇത് ഇവിടെ നിന്ന് എടുത്തോണ്ട് ബിവറേജ് കൊണ്ട് മാറി. അല്ല, സീരിയസ്ലി, തമാശയല്ല, സീരിയസ്ലി മാറി. മദ്യം എടുത്തു അവൻ. പക്ഷേ പിന്നെ വിളിയൊന്നും വന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഫോർ ഷൂട്ടിങ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ നാട്ടിൽ എന്നെ പൊക്കോളൂ. ശരിക്കും നടന്ന കാര്യം നമ്മുടെ നാട്ടിൽ. ഇതിനകത്ത് ഇപ്പൊ മോസ്റ്റ് മെമ്മറബിൾ ഒരു സാധനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിപ്പം ഇത് തുടങ്ങാൻ കാരണം നിമേഷ് താനൂര്, നിമേഷ് ചേട്ടൻ, നമ്മൾ ഡയറക്ടർ അരവിന്ദിന്റെ അതികൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോട്ടോസ് ഫ്രെയിം തന്നു. ഞാൻ എടുത്തോട്ടെ ചോദിച്ചു. ഇതാണ് തുടക്കം. ഈ മുദ്രകള് മറ്റേ നമ്മളെ നിഖില അവളെ ഡാൻസ് റൂം കാണിക്കുമ്പോൾ അതാണ് പരിപാടി. പിന്നെ നമ്മളെ സജേഷ് വെടിക്കെട്ട് സിനിമ കഴിഞ്ഞപ്പോൾ കുറെ വളകള്, മാലകള്, അങ്ങനത്തെ പരിപാടികൾ. പിന്നെ ഇബിലീസ് പടം കഴിഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് പാവകൾ. ഇത് വീട്ടിലെ കണിക്കൊന്ന പട്ടപ്പ ആ മരം കൊണ്ട് ഞാൻ അത് വെച്ചു. ഡ്രസ്സ് എടുക്കുന്ന ഈ ടാഗുകൾ കൊണ്ട് പിന്നെ ഈ വീടിന്റെ മുറ്റത്ത് കഴിയുമ്പോൾ റബ്ബറിന്റെ കാ വന്നിട്ട് തലേ വീണു. പിന്നെ അതിന് ഞങ്ങൾ ഓർമ്മയായിട്ട് അത് വെച്ചു. ശരിക്കും പറഞ്ഞല്ലേ, നമ്മൾ ചാർലി പടത്തിനകത്ത് ദുൽഖറിന്റെ റൂമിൽ കയറില്ലേ, അപ്പൊ നമ്മൾ കുറെ സംഭവങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു ഫീൽ തോന്നാട്ടോ. ഭയങ്കര ആർട്ടിസ്റ്റ്. ഇതെല്ലാം ഡമ്മിയാണ് നിമേഷേട്ടൻ ടീം. ഇതെല്ലാം അത് പറയണം. തടികളൊക്കെ ഇതും ഡമ്മി, ഒറിജിനൽ അല്ല. എല്ലാം ഡമ്മിയാ, ഒറിജിനൽ ഒന്നും വിചാരിക്കാം. പിന്നെ ഇത് സജീഷ് നമ്മളെ ഇടിയൻ ചെന്ത് ഇറങ്ങാൻ പോണ പടത്തിന്റെ ചുടുകല്ല് വെയിറ്റ് ഉണ്ട്. ഓ മൈ ഗോഡ്, നല്ല വെയിറ്റ് ഉണ്ട്. ഇങ്ങനൊക്കെ നിക്കുന്ന ആൾക്കാർ വിചാരിക്കും ഇവിടെ എന്താ പരിപാടി. ഇങ്ങനത്തെ പരിപാടികളാ, ഇതെല്ലാം ഡമ്മികളാ കൂടുതലും. നമ്മൾ പ്രതീക്ഷിക്കാത്ത തലക്കടിക്കുന്നതും. ഇതൊക്കെയാണോ എപ്പോഴും യൂസ് ചെയ്യുന്നത്? ഏത് കത്തിരിയോ? എടുക്കാറുണ്ട്. പിന്നെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇന്നത് കാണുന്ന ചോദിച്ചെടുത്ത് എടുത്തോണ്ട് പോകാറുണ്ട്. ഗിഫ്റ്റ് എനിക്ക് ഒരാള് സൂരജ് സണ്ണിന്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നിട്ടുള്ളൊരു
ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു പരിപാടി തന്നിട്ടുണ്ട്. പിന്നെ ആ ഇരിക്കുന്ന സ്റ്റഡി ബിയർ ഒരാൾ ഗിഫ്റ്റ് തന്നെയാണ്. അങ്ങനെ കുറച്ച് ഗിഫ്റ്റ് കിട്ടുന്ന പരിപാടികളുണ്ട്. ഇപ്പൊ നിനക്കൊന്ന് തന്നിട്ട് പോയാൽ ഞാൻ അവിടെ സൂക്ഷിക്കും, അതൊന്നും വിഷയമല്ല. ഇല്ല, കൊണ്ടുപോകാറില്ല. ഇങ്ങോട്ട് വരുന്ന മാത്രമേ വയ്ക്കാറുള്ളൂ, കൊടുത്തു വിടാറില്ല. വെരി ഗുഡ്, നല്ലൊരു പോളിസിയാണ്. കുറെ ക്യാപ്സ് ഉണ്ടല്ലോ. ക്യാപ്സ് വയ്ക്കാറുണ്ട്. അപ്പൊ അങ്ങനെ സിഗ്നേച്ചർ സാധനമാണ്. ഓരോ സിനിമയിൽ പോകുമ്പോ ഓരോ ക്യാപ്പ് വയ്ക്കാറില്ല ഇപ്പം. ഇതിപ്പം പിന്നെ കളയണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. ഇപ്പോഴും വെച്ചിട്ടുണ്ട്. അതല്ല ഇതായിരിക്കില്ല നമ്മള് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ. ക്രിയേറ്റീവ് എല്ലാം ഉണ്ട്. അതാണ്ട് ഞാൻ ബ്രഷ് ആയാലും ഇതാണ്ട് എല്ലാം ഉണ്ട്. എല്ലാം വെറൈറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് കുറച്ച് സാഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ഇവിടെ വന്നിരുന്ന കുറച്ച് സെറ്റ് ആവും. മച്ചാൻ എന്ത് തോന്നി? എനിക്ക് അങ്ങനെ തോന്നി. നൈറ്റ് നല്ല വൈബായിരിക്കും. DJ ലൈറ്റ് ഒക്കെ ഇട്ട് നമ്മള് DJ ചെയ്യാറുണ്ട്. ഒരു പോസിറ്റീവ് ഫീലിംഗ്, ഒരു അറ്റ്മോസ്ഫിയർ. വലിയ ചൂടില്ല ഇതിനകത്ത് അല്ലേ? ചൂടില്ല. നല്ല പോസിറ്റിവിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ ബാത്റൂം കണ്ടോ? ബാത്റൂം അല്ല, അങ്ങനെ തമാശയല്ല. കേറി നോക്കിക്കോ. ഞാൻ വരുന്നില്ല, നീ കേറിക്കോ. കേറിക്കോ. ഇരുന്നോ? ട്രിപ്പ്, ഓക്സിജൻ എല്ലാം ഉണ്ട്. ഇരുന്നോ? മദ്യം വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടോ ചേട്ടാ ഞാനൊരു ടോയ്ലറ്റ് ഇത്ര ആർട്ടിസ്റ്റിക് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന കാണും. ഇത് ഫുൾ ഡ്രസ്സിന്റെ ടാഗ് അല്ലേ? അതെ അതെ അതെ. മാല, കമ്മൽ, വള എല്ലാം ഉണ്ട്. അമ്മാവന്റെ ചായക്കട. മദ്യം ഉണ്ടായിരുന്നു, മദ്യം തീർന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അത് നന്നായി. ഇതൊക്കെ പെയിന്റ് ചെയ്താണോ? അതൊക്കെ ഹൃദയം സിനിമയിലെ സീക്രട്ട് റാലിയിൽ ഉണ്ടായിരുന്നെ. അതൊക്കെ അടിപൊളി. വെരി ആർട്ടിസ്റ്റിക് ബാത്റൂം. അപ്പം ശരിക്കും ഒരു ആർട്ട് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സെറ്റ് അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ, സിനിമയിൽ ആർട്ട് ഡയറക്ടർ ആയിട്ടില്ല, സെറ്റ് അസോസിയേറ്റ്. ഒരു സെറ്റ് അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മുറി, ഒരു വീട് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു അത് ഇതാണ് സുഹൃത്തുക്കളെ. വെരി നൈസ് ചേട്ടാ. ഓക്കെ, താങ്ക് യു. പിന്നെ ചെയ്ത പടങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന പടങ്ങളും ഇനി വയ്ക്കാൻ സ്ഥലമില്ലടാ. അയ്യാ ശരി. ഇനി അടുത്ത പടത്തിലെ പ്രോപ്പർട്ടീസ് അവിടെ വെക്കും. ഭയങ്കര വലിയ പ്രോപ്പർട്ടി അല്ലേ, ചെറിയ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. ഇങ്ങനെ വയ്ക്കും. നല്ല നമുക്ക് സ്പേസ് കണ്ടുപിടിക്കാം അല്ലേ? അപ്പൊ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന പടങ്ങളുടെ എണ്ണം കൂടട്ടെ, അതുപോലെ ഈ മുറിയില് വെക്കാൻ പോകുന്ന സാധനങ്ങളുടെ എണ്ണവും അതനുസരിച്ച് കൂടട്ടെ. ഇനി കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെ ഉണ്ടോ, അവിടെ വെക്കണം. എല്ലാം ഫില്ല് ചെയ്യാം. സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ചേട്ടാ, ഇത് ശരിക്കും എനിക്കൊരു ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വട്ടുള്ളവനെ കാണുന്നത്. ഇത് എന്റെ വാക്കുകളല്ല. അതുകൊണ്ട് അല്ല, ശരിക്കും ഇങ്ങനെ ഇത്ര ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യുന്ന ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാരെ, സിനിമാക്കാരെ വിചാരിക്കും എന്ത് ക്രിയേറ്റീവ് എന്ന് ചോദിക്കുന്നുണ്ട്. അവന് ഇത് ക്രിയേറ്റീവ് ആണ്, ഇത് സൂക്ഷിച്ച് പരിപാലിക്കാൻ ഇച്ചിരി പാടുണ്ട്. അതില്ലെന്ന് അറിയില്ല, പൊടി അടിക്കാതെയൊക്കെ. അതെ അതെ. ഞാൻ ഇല്ലാത്തപ്പോൾ അമ്മയും അച്ഛനും പെങ്ങളും എല്ലാവരും. പെങ്ങളെ മോൻ ഇതിനകത്ത് കയറില്ല, അവൻ കയറി കഴിഞ്ഞാൽ തീരുമാനമാവും. രണ്ട് കുട്ടികളോടെ കൊണ്ടുപോയി. അതെ അതെ, അവരുടെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ട് മാറും ഓബ്വിയസ്ലി. പഠിച്ചതും വളർന്നതൊക്കെ നല്ല രീതിയിൽ പഠിച്ചു. 10ാം ക്ലാസ് ഫെയിൽ, 10 തോറ്റു. 10 തോറ്റു. 10 നിസ്സാരം 8 വിഷയം തോറ്റുള്ളൂ. 10 8 വിഷയത്തിൽ തോറ്റോ? മൊത്തം എത്ര വിഷയം ഉണ്ട്? അവിടെ 10 വിഷയമുള്ളൂ. ജയിച്ച 2 സബ്ജക്ട് ഏതാ? 2 ഇംഗ്ലീഷ്, ഫസ്റ്റ് ഇംഗ്ലീഷ്. പക്ഷെ മലയാളമൊക്കെ തോറ്റു. എങ്ങനെ ജയിച്ചെന്ന് എനിക്കറിയില്ല. ക്വസ്റ്റ്യൻ പേപ്പർ എന്നെ ഒരു 3-4 തവണ അത് തന്നെ എഴുതി. അങ്ങനത്തെ ടീച്ചർമാർ നോക്കാം. വിദ്യാഭ്യാസം ഒന്നുമില്ല, 10 തോറ്റു പിന്നെ ഇറങ്ങി. അതിലൊന്നും ഒരു കുഴപ്പമില്ല പറയണേ. ഇപ്പൊ ആരെങ്കിലും നല്ല കട്ട ഇംഗ്ലീഷ് പറഞ്ഞാൽ തന്നെ ഞാൻ കുറച്ചു നേരം യായ എന്ന് പറയും. യായ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിൽക്കും വെറുതെ. ഞാൻ ഒരു ഇംഗ്ലീഷ് പടം വർക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ ഇംഗ്ലീഷ് ആയിരുന്നു. അതിലൊരു വീരം, ജയരാജ് സാർ വീരം, 4-5 ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് ആ പടം 40-45 ദിവസം വർക്ക് ചെയ്തിട്ട് പോലും അവർക്ക് മനസ്സിലായില്ല എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞതാണ്. ഒരു അവസ്ഥ പറ്റിയിട്ടുണ്ട്. പിന്നെ CG ചെയ്യുന്ന ആൾ ഫുൾ ഇംഗ്ലീഷ്, മലയാളം അറിയില്ല പുള്ളിക്ക്. പുള്ളി നമ്മൾ ചാടി ചാടുമ്പോൾ പുള്ളി എപ്പോഴും എന്നെ വിളിക്കുള്ളൂ. ഫുൾ സ്ക്രീൻ, ഫുൾ മാർക്ക് എന്നൊക്കെ എൻ്റെ അടുത്തൊക്കെ എല്ലാം പറയും. ഞാൻ എല്ലാത്തിനും അപ്പോൾ എന്ന് പറയുമ്പം പുള്ളി പറയുമ്പോൾ ഒരു ADCനെ പിടിച്ച് ബാക്കിൽ നിർത്തി ഞാൻ. അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞു പോയിട്ട് അവ എന്നെ മലയാളത്തിൽ തർജ്ജമ ചെയ്യും. എടാ ഇതാണ് സംഭവം, ഓക്കെ എന്നാൽ പുള്ളിയുടെ എല്ലാം ചെയ്തു വയ്ക്കും. അങ്ങനെ ഒരു തവണ പുള്ളി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ADCനെ നമ്മളെ മച്ചാനെ നോക്കിയിട്ട് കണ്ടില്ല. പുള്ളി പറഞ്ഞിട്ടെല്ലാം ഞാൻ യാന്ന് പറയും. ഓക്കെ. അപ്പോൾ ഈ ഫുൾ ടൈം 40 ദിവസം ചെയ്തത് ഈ മാർക്ക് ഇളക്കി നീക്കി ഒട്ടിക്കുക, ഗ്യാപ്പിട്ട് ഒട്ടിക്കുക, ഇതൊക്കെയാണ് സ്ഥിരം പരിപാടി. പുള്ളിക്കാരൻ വന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഇവനും ഇല്ലായിരുന്നു. ഞാൻ എന്തേന്ന് അറിയോ, ഇരുന്ന മാർക്ക് എല്ലാം ഫുള്ള് ഒട്ടിച്ചു. പുള്ളി ഔട്ട്ഡോർ പോയിട്ട് വന്നിട്ടാണ് ഷൂട്ട് ഇവിടെ എല്ലാം ഒട്ടി വെച്ചു. പുള്ളി പറഞ്ഞിട്ട് പോയത് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തിട്ട് വരുമ്പോൾ ഒരു മാർക്ക് പോലും കാണാതെ ഫുള്ള് മാറ്റണമെന്ന്.
ഞാൻ എന്തേന്നറിയോ ഇരുന്ന മാർക്ക് ഫുള്ള് ഒട്ടിച്ച് ഫുള്ള് വന്ന് അങ്ങോട്ട് ഇംഗ്ലീഷ് കൂടുതൽ പുള്ളി അപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അങ്ങനെയൊക്കെ കുറെ ഹൃദയത്തിൽ അശ്വിനി എന്ത് പറഞ്ഞാലും ആ ഡയറക്ടർ എന്ത് പറഞ്ഞാലും ഞാൻ യാ പറയാറ്. പുള്ളി ഒരു തവണ എന്തോ പറഞ്ഞതിന്റെ ട്രെയിൻ ടിക്കറ്റ് എന്ത് കാണാനല്ലോ മിസ്സായല്ലോ നീയാണ് കൊണ്ട് കളഞ്ഞ എന്ന് പറഞ്ഞു. പിന്നെയാണ് മനസ്സിലായത് ഈ മലയാളത്തിൽ പറഞ്ഞപ്പോ ഈ ഇംഗ്ലീഷ് ഈ ട്രെയിനിന്റെ ടിക്കറ്റ് ആരാ കൊണ്ട് കളഞ്ഞത് അമരവളയാണോ? ഞാൻ പറഞ്ഞ പെട്ടുപോയില്ലേ ഞാൻ. അങ്ങനെ കുറെ നമ്മൾ ആദ്യം പറയും മലയാളത്തിൽ പറഞ്ഞാൽ വലിയ ഉപകാരം. നമ്മൾ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ പഠിച്ചു വരുന്നു പറയണത് മനസ്സിലാവും തിരിച്ച് പറയാൻ മേബി കുറച്ച് സ്കൂളിലൊക്കെ നല്ല ആളും വരുന്നു. സ്കൂളിലൊക്കെ ഏറ്റവും ബാക്ക് ബെഞ്ച് 10ാം ക്ലാസ്സിൽ കരിയർ കാണിച്ച് സ്കൂളിൽ നിന്ന് പുറത്താക്കി വീട്ടുകാരൊക്കെ വന്നിട്ട് അങ്ങനെ. അപ്പൊ ഈ നാട്ടിലെ കണ്ടീഷൻ കുറെ കഥകളൊക്കെ കേൾക്കാം. നാട്ടിൽ ഇച്ചിരി നല്ല വിലയുണ്ട്. ഒന്ന് നമ്മൾ അടുത്ത ഇന്റർവ്യൂടെ നാട്ടുകാരുടെ അഭിപ്രായം പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ അത് ഞാൻ ഉറപ്പ് തരാം. നല്ലതേ പറയൂ, കാരണം നാട്ടിലില്ലല്ലോ. ഓ അങ്ങനെ അതെ 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 ഉണ്ടായിരുന്നെങ്കിൽ. അതെ നല്ല വലിയ ചീത്തപ്പേരൊന്നും അങ്ങനെ ചീത്തപ്പേര് ഇനി പറയാനില്ല. അങ്ങനെ ഒന്ന് ആലോചിക്കട്ടെ. ഇല്ലില്ല. പിന്നെ വീട്ടിൽ ഇപ്പൊ ഒരു ആഗ്രഹം ഒന്ന് കെട്ടിക്കാണൊന്നും ആഗ്രഹം കല്യാണം കഴിയാൻ വേണ്ടി ഇങ്ങനെ എന്താ കല്യാണം കഴിക്കാത്ത? ഞാൻ സ്ഥിരം നാട്ടുകാർ വെക്കുന്ന ചോദ്യം. താല്പര്യമില്ല, കാരണം നമ്മൾ ഇപ്പോഴത്തെ ഒരു ഫ്രീഡം പോകും. പിന്നെ അച്ഛൻ പറയടാ എപ്പോഴും ഒരു ഫാമിലി വേണ്ടേ, ഇനി നമ്മുടെ തലമുറകളെ വേണ്ടേ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. നമുക്ക് പറ്റിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ നോക്കാം. പിന്നെ 34 വയസ്സ് കഴിഞ്ഞു, ഇപ്പോഴേ നോക്കി കഴിഞ്ഞാൽ കല്യാണം ആലോചിച്ച ഞാൻ ഇതിൽ കൊണ്ടുവരുന്നതല്ല, മനസ്സിലാക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. താങ്കൾ കല്യാണം കഴിഞ്ഞാണോ? ഈ ചോദ്യത്തിലൂടെ പ്രസക്തി നിങ്ങൾക്കെല്ലാം ഇങ്ങോട്ടാവാം, അങ്ങോട്ടൊന്നും ചോദിച്ചു. ഞാനല്ല ഇന്റർവ്യൂ എടുക്കുന്നത്, ഞാൻ ക്വസ്റ്റ്യൻ വേണ്ട, ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. അത് ഇന്റർവ്യൂവിന്റെ നിയമമാണ്. നിയമം ഉണ്ടല്ലേ? അതാണല്ലോ. 3 കെട്ടി. ഈ ചോദ്യം ഞാൻ ക്യാൻസൽ ചെയ്തു. ഇടയ്ക്ക് ഇങ്ങനെ വേണം ചൂടേ. നാട്ടുകാരൊക്കെ ഭയങ്കര സെലിബ്രിറ്റി ഒരിക്കലും ഇല്ല, മൈൻഡ് ചെയ്യുന്നില്ല. ഈ നാട്ടിൻ പ്രദേശത്ത് അങ്ങനൊന്നുമില്ല, ഇവർക്ക് സിനിമ ആയിട്ടും അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവിടെ ഈ ഫ്രണ്ട് സർക്കിളൊക്കെ എങ്ങനെയാ? അവരെല്ലാരും ഇൻഡസ്ട്രിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കി എല്ലാവരും മരപ്പണിയും അങ്ങനത്തെ പണിയെല്ലാം കഴിഞ്ഞ് എപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാറില്ലല്ലോ. എപ്പോഴും വൈകിട്ട് നമ്മൾ എന്റെ റൂമിൽ എല്ലാവരും വരാറുണ്ട്. ഇവിടെ ഉള്ളപ്പോ എല്ലാവരും മീറ്റ് ചെയ്യാറുണ്ട്, ചില്ല് ചെയ്യാറുണ്ട്, കൂടാറുണ്ട്. ഹാപ്പിയാണ്. അപ്പൊ അവരുടെ ഇടയിൽ എന്തായാലും നമ്മളൊരു സ്റ്റാർ ആണല്ലോ. ഒരു സ്ഥാനമല്ല, ഒരു വിലയില്ല. ഇവിടെ ഞാൻ സിനിമാക്കാരെന്ന് പറയുന്നത് പോടാ. ആഗോളമായി സുഹൃത്തുക്കളുടെ ഒരു സ്പെഷ്യാലിറ്റി ആണത്. എന്റെ ചങ്ക് പ്രദീപ്, കണ്ണൻ, ചിഞ്ചു, ഷാജി, ഇങ്ങനത്തെ കുറെ ടീമുണ്ട്. ഒരു വിലയില്ല അവരുടെ അടുത്ത്. അവർക്ക് എന്ത് ആർട്ട്. ഞാൻ ഇവിടെ വന്ന് നല്ലൊരു മറ്റേ ചാർലി പറഞ്ഞ പാൻറ്റൊക്കെ ഇട്ട് ഞാടാ ലുങ്കി എടുത്ത് വിടാ, ഇതൊക്കെ അങ്ങ് സെറ്റില്. നീ ഇവിടെ സിനിമാക്കാരൻ്റെ അവിടെ, ഇവിടെ മുരുകന്റെ മോൻ ഇവിടെ നിന്നാ പറയത്തുള്ളൂ. ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ അപ്പഴേ നോട്ടീസ്. ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫോളോവേഴ്സ് ഉണ്ട്. 71K അത്ര ഉള്ളൂ. എന്റെ പരിശ്രമം കൊണ്ടല്ല, DQ ഇക്ക എന്നെ ഫോളോ ചെയ്തു, അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. കിങ് ഓഫ് കൊത്ത ഷൂട്ട് ചെയ്യുന്ന ടൈം അങ്ങനെ ഒരു ഗുണമുണ്ടായി. പിന്നെ ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റിയാണ്, ഒരു ഇൻഫ്ലുവൻസർ ആണ്. സത്യം പറഞ്ഞാൽ എന്ത് സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് തരൂ, ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി, റിയൽ ആയിട്ടല്ല. അല്ല അങ്ങനല്ല, ഞങ്ങൾക്കറിയാലോ. ഒന്നും അല്ല ചേട്ടാ ഇതൊക്കെ കണ്ടു. ഇത് എനിക്കൊന്നും തിരിച്ചു വരാൻ പറ്റും. അല്ല, ഉള്ള കാര്യമല്ലേ പറഞ്ഞല്ലേ? അല്ല ഇതൊന്നും ഉള്ള കാര്യങ്ങളല്ല. ദുൽഖറായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാ? അടിപൊളിയാക്കാം, ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അങ്ങനെ കാണുമ്പോഴുള്ള കമ്പനി അത്ര, അല്ലാതെ മെസ്സേജ് ആക്കി വിളിക്കാൻ ഒരിക്കൽ ഫോളോ ചെയ്താൽ എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യം. അപ്പം ഈ ചേട്ടൻ ഈ സെറ്റിൽ നമ്മള് മേക്കിംഗ് വീഡിയോസ് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര അടിപൊളി സെറ്റാണ്. എല്ലാ ആൾക്കാരും ഭയങ്കര ജോളി മനുഷ്യന്മാര്, തമാശകൾ പറയുന്ന ആൾക്കാര്. അപ്പം അവരുടെ കൂടെയുള്ള ഒരു അതില് മെയിൻ കാര്യം, നമ്മളൊരു ക്യാപ്റ്റൻ, ഹെഡ് വിനീതേട്ടൻ വിത്ത് പ്രൊഡ്യൂസർ ഷാട്ടൻ, ഇവര് നല്ല വൈബാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ജാട പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. ഫുള്ള് വൈബാണ്. അത് വേറൊരു സെറ്റിലും കിട്ടാത്തൊരു കാഴ്ചയാണ്. വിനീതേട്ടൻ എപ്പോഴും പറഞ്ഞ ഒരു മാജിക് ആണത്. അതാണ് നിങ്ങൾ മറ്റേ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ ബഹളമൊക്കെ ഉള്ളത് എല്ലാം അങ്ങനെയാണ്. അപ്പൊ ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കാണുന്ന അതേ ഒരു വൈബാണ് സെറ്റിലും. അതിനേക്കാളും വൈബാണ്. അതെ. ഒരു പടം ഹിറ്റ് ആവില്ലയോ നമുക്കറിയില്ല, പക്ഷെ അവിടെ നടക്കുന്ന എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും മറക്കാം. ഹൃദയത്തിൽ ഇതുപോലെ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ. ഭയങ്കര എൻജോയ് കാരണങ്ങൾ ഇതൊക്കെ ആയിരുന്നു. അതൊക്കെ മേലായിരുന്നു ഇതിലും.
ഇതേ ടീം വീണ്ടും ഒരുമിക്കാൻ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും തിരിച്ച് ആ സെറ്റിലേക്ക് പോകാൻ കുറച്ച് 100%. അപ്പൊ കംഫർട്ടബിൾ ആണ്. തീർച്ചയായിട്ടും. പിന്നെ ഹാപ്പി അല്ലേ പ്രൊഡ്യൂസർ. അതുമല്ല മെർലാൻഡ് പ്രൊഡക്ഷനാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് സിനിമ എന്താണ് സീരിയൽ എന്ന് അറിയുന്നത് ആ കമ്പനി പോയിട്ടാണ്, മെർലാൻഡ് സ്റ്റുഡിയോ വെള്ളയാണി. അപ്പൊ എന്റെ തുടക്കം അവിടെ നിന്നാണ്. മറ്റുള്ള പോലെ പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞ് മാറി നിൽക്കുക അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന്റെ ഒരു ഭാവം അങ്ങനെ ഒന്നുമില്ല. ചേട്ടൻ നമ്മളെ കൂടെ ഇറങ്ങിയ ഇപ്പൊ മഴയാണെങ്കിൽ പോലും വെയിലാണെങ്കിൽ പോലും നമ്മളെ കൂടെ ഉണ്ട്. ചേട്ടൻ ഇപ്പം വിനീതന്റെ കൂടെ രണ്ടാമത്തെ പടം അല്ലേ? വിനീതേട്ടൻ ഡയറക്ട് ചെയ്ത രണ്ടാമത്തെ പടം. ഫസ്റ്റ് കുഞ്ഞിരാമായണം മുതലാണ് പരിചയം. അപ്പൊ തൊട്ടുള്ള. അതെ. അതിൽ ഏക ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഡയറക്ടർ നിമേഷ് താനൂര്. കുഞ്ഞിരാമായണം അല്ല, കുഞ്ഞിരാമായണം ത്യാഗച്ചേട്ടൻ എന്റെ ഗുരു സിനിമയെ കൊണ്ടുവന്നത്. വർഷങ്ങൾക്ക് ശേഷം മനോഹരം, കുഞ്ഞൽദോ ഇതിന്റെ കാണ്ടായിട്ടാണ് നിമേഷ് താനൂര് ഈ പടത്തിന്റെ. പുള്ളി വഴിയാണ് കൂടുതൽ പടം ചെയ്തത്. ഇപ്പം ചേട്ടൻ ആക്ച്വലി ഈ ഫീൽഡിലോട്ട്, ഈ ആർട്ട് ആ ഒരു ഫീൽഡിലോട്ട് വന്നിട്ട് ഇപ്പം എത്ര നാളായി? എനിക്ക് എൻ്റെ ഫസ്റ്റ് പടം ആടൊരു ഭീകരജീവി. ആടാണ് ഫസ്റ്റ് പടം ആർട്ടിലോട്ട് വരുന്നത്. അതിന് മുന്നേ സീരിയലായിരുന്നു. മെർലാൻഡിൽ തന്നെ സോമയ്യപ്പൻ, ശ്രീ മഹാഭാഗവത് അങ്ങനെ സീരിയലായിരുന്നു. സീരിയലാണ് ആർട്ട് ആയിട്ടുള്ളത്. സീരിയലാണ് ആർട്ട് ആയിട്ട് വന്നത്. ഇപ്പോൾ സീരിയലിൽ നിൽക്കാൻ കാരണം അജീഷ് ചേട്ടനാണ്. നമ്മളെൻ്റെ അജീഷ് കുരുവട്ടു എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടർ. അജീഷ്, ബൈജു വിതിര, മുട്ടമൂട് വിജയൻ ചേട്ടൻ, ആർ കെ സാർ, അവരുടെ കൂടെയൊക്കെയാണ് ഞാൻ വന്നത്. അപ്പോൾ അവരൊക്കെയാണ് ദൈവം സഹായിച്ച് അവർ കാരണം ഇതുവരെ എത്തിയത്. ഇപ്പോൾ ഈ സീരിയലിൽ നിന്ന് വന്നിട്ട് പിന്നെ സിനിമയിലേക്ക് കയറുമ്പോൾ അത് കുറച്ചും കൂടി ഒരു വലിയൊരു ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും കുറച്ചും കൂടി പ്രൊഡക്ഷൻ വൈസ് കുറച്ചും കൂടെ ഒരു സീരിയസ് ആണ്. കാരണം സീരിയൽ ഒരു ദിവസം കണ്ടുപോകുന്ന എപ്പിസോഡ്. ഇത് നമ്മൾ ഉള്ള കാലം ആൾക്കാർക്ക് ഇപ്പം നമ്മളിപ്പോൾ നസീർ സാറിൻ്റെ പടമൊക്കെ കാണില്ല, ഇപ്പോഴും കാണല്ലേ ഈ തലമുറ. അതുപോലെ ഇനി ഇത് ഓർമ്മകളാണല്ലോ. മറ്റേ ഒരു ദിവസം കണ്ടുപോകുന്ന എപ്പിസോഡല്ലേ. കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയൊക്കെ ഉണ്ടാവും. ഇവിടെ നടക്കില്ല. ഓക്കെ. ഇപ്പം ഞാൻ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുന്ന അറിയില്ല, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ചുറ്റും കുറെ കിളികളുടെ ശബ്ദം, നല്ല പച്ചപ്പുള്ള അന്തരീക്ഷം. ഈ വീടിൻ്റെ ഒരു ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ്. അപ്പം ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു ഇപ്പൊ ഒരു ആർട്ട് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സെറ്റോസിന്റെ വീടെന്ന് പറയുമ്പോൾ ഞാൻ ഇത് ഇങ്ങനെ വരാൻ കാരണം നമ്മൾ ഓരോ വീടുകളിൽ പോകുമ്പോഴേ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇതുപോലെ എന്താണ് നമ്മളെ വീട് അങ്ങനെ ചിന്തിച്ച് ഓരോ വർക്ക് കഴിയുമ്പോൾ കുറേശ്ശെ ഇങ്ങനെ ആഡ് ചെയ്യും. കിളിയുടെ ശബ്ദം നമുക്ക് ഭയങ്കര പോസിറ്റീവാണ്. ആര് വന്നാലും നമുക്ക് നൈറ്റ് ആയാലും ഭയങ്കര പോസിറ്റീവ് കിട്ടും. ഇപ്പൊ മച്ചാൻ വന്നിട്ട് പറഞ്ഞിട്ടില്ല നല്ലൊരു വൈബ് ആണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അതെ. പക്ഷെ ഈ വൈബിലാണ് എപ്പോഴും ഇരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു എക്സ്ട്രാ. പക്ഷെ ഇത് നോക്കി നടത്തുന്ന അച്ഛനും അമ്മയാണ്. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കുന്നത് അല്ലേ. ഒരുപാട് ചെടികളുണ്ട്, ഒരുപാട് ആർട്ട് റിലേറ്റഡ് കുറെ സംഭവങ്ങളുണ്ട്. ഭയങ്കര വിഷ്വലി ഇതൊക്കെ പൈസ കൊടുത്ത് മേടിച്ച് വെച്ചതാണ്. അങ്ങനെ ചീത്ത പേര് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഓരോ പണം കഴിയുന്ന ഒരു സാധനം കൊണ്ടുവന്ന് റൂമിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു ചീത്ത പേരുണ്ട്. അതിന് മാറ്റിയെടുക്കണം. സോ എന്തായാലും ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ പടങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാ ഇന്റർവ്യൂസിലും പ്രശാന്ത് അമരവിള എന്നുള്ള നെയിം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പൊന്നാവട്ടെ വിഷ് ചെയ്തു. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇതുവരെ ഞങ്ങൾക്ക് ഇത്രയും ടൈം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന്, ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന്, റൂം ഇങ്ങനെ എല്ലാ പരിപാടിയും ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാണിച്ചു തന്നു. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ.